ഹായ്, എന്തു പറ്റി പ്രിയ? ഹൗസിൽ വരികയുണ്ടല്ലോ. നിങ്ങളിവിടെ താമസിക്കുക. അങ്കിൾ ആൻറ്റിയും നിങ്ങൾ. അതെ മോളെ, ഞങ്ങൾ ഇവിടുന്ന് കാലയാക്കി വന്നു. ഞങ്ങൾ ഇന്ത്യക്ക് പോകുന്നതില്ല. അങ്കിൾ നിങ്ങളെല്ലാം എന്താ പറയാം മോളെ, ഇവിടെ ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനിലുള്ള. ശരി അങ്കിൾ, നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അങ്കിൾ. നിങ്ങൾക്ക് ഓരോ നാൾക്ക് ഓരോ ടാലൻ്റ് ഉണ്ട് അങ്കിൾ. അത് മാത്രമല്ല അങ്കിൾ, ഒരു കാര്യം പറയാം, നിങ്ങൾ എല്ലാവർക്കും ഞാൻ കൊറിയൻ പഠിപ്പിക്കാം. എന്താ മോള് പറയുന്നത്? അത് അങ്കിൾ, നിങ്ങളെല്ലാവരും ഓരോ എൻ്റെ ഡയൽ ഫ്രണ്ട്സ് നിങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളൊരു ബിസിനസ് മാൻ, നിങ്ങൾക്ക് എല്ലാ ലാംഗ്വേജും അതേ മോളെ. അങ്ങനെ എല്ലാവർക്കും പ്രാക്ടീസ് പഠിച്ച് എല്ലാ നന്നായിട്ട് കുറേ എല്ലാവരും സംസാരിക്കണമെങ്കിൽ. അത് മാത്രമല്ല എല്ലാ ഗേൾസിൻ്റെ ഡാഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതെ, ടീം ബിസിനസ്. അതെ, അങ്ങനെ നന്നായിട്ട് ബിസിനസ്. അതെ, പ്രാക്ടീസ് ചെയ്യാണ്. അതെ, ബിസിനസ് സ്റ്റാർട്ട് തുടങ്ങിയാൽ അവർക്കൊരു കമ്പനി കൊടുത്തു, അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. ഗേൾസ് ബോയ്സാണ് ഒരു കമ്പനി കൊടുത്തു. അങ്ങനെ ഹോട്ടലാണ് റൺ ചെയ്യുന്നതാണ് എല്ലാ. അതെ, ഹോട്ടൽ റൺ ചെയ്യുന്നതാണ് ഫുഡ്. ബോയ്സ് പറയാം, നമ്മൾ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അതെ ഇവരെ വെച്ച് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ഈ ഹോട്ടലിരുന്നു, പിന്നെ ബിൽഡിംഗ് കെട്ടിക്കൊണ്ടുള്ളതാണ്, അവിടെ നിങ്ങൾ ചെയ്താൽ മതി എന്ന് ഓൾഡ് പ്ലാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ എല്ലാവരും നന്നായിട്ട് ഫുഡ് ചെയ്യാൻ തുടങ്ങി, നല്ല കുറച്ച് ഫേമസ് ആവാൻ തുടങ്ങി. ആറം വന്നു. പ്രിയ, എന്ത് പറ്റി? നീ എന്താ ഡല്ലായിട്ടുള്ളത്? എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവർക്ക് മാരേജ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ആറാം പറയാം, ഇവരടി മാറ്റം മാറ്റ്, അതുകൊണ്ട് ഇവർക്ക് നമ്മന്ന് സെറ്റ് ചെയ്യാം എന്ന് ആറാം പറഞ്ഞു. അങ്ങനെ എല്ലാ ഗേൾസൊക്കെ ഓരോന്നും പറഞ്ഞു കൊടുത്തു. റോസ് പറഞ്ഞോട് വന്നു, എടി മച്ചി എനിക്ക് ജോബ് കിട്ടിയടി. അതെ, ജോബ് കിട്ടിയോ? റോസൊക്കെ ഫസ്റ്റ് ജോബ് കിട്ടി. റോസ് ഹാപ്പി ആയിട്ട് വരാൻ തുടങ്ങി. എടി ജോബാ, എവിടെ കിട്ടിയതാ? അറിയില്ലടി, അത് ഒരു കമ്പനിയിൽ ജോബ് കിട്ടിയതാ. അതെ, കമ്പനിയിൽ ജോബ് കിട്ടിയതോ? അതെ മച്ചി. അതെ, അറിയില്ലടി മച്ചി, അത് ജോബ് കിട്ടിയിട്ടുണ്ടോ? ഇൻ്റർവ്യൂക്ക് പോകുന്നത്. ഓക്കേടി, ശരി. രണ്ട് ഇൻ്റർവ്യൂ പോകുന്നുണ്ട്. എടി മച്ചി, രണ്ടിടത്ത് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട്. ഇൻ്റർവ്യൂക്ക് പോകണടി, ഏത് ഇൻ്റർവ്യൂക്ക് പോവാം എന്ന് പറഞ്ഞു. ആറാം ചോദിച്ചു, എവിടുക്കാ? ആറാം ഒരു നേരം കേട്ട് ഷോക്കായി പോയി. ആറാം പറഞ്ഞു, നീ ഈ കമ്പനിക്ക് പോകണ്ട. എന്ത്? റോസ് ചോദിച്ചു. അതെ, ഇവിടുത്തെ ഒരു CEO ഉണ്ട്, അയാളൊരു കാര്യം പറഞ്ഞിട്ടില്ല, അയാളൊരു ശരിയില്ലപ്പാ, അവിടേക്ക് നീ പോകണ്ട പറഞ്ഞാറും. ശരി, ഓക്കെ, ഈ കമ്പനി ഓക്കെയാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയാണ്. ആറും പറഞ്ഞു, ശരി ഓക്കെ, അവനൊരു ഐഡലാണ് എന്നും പറഞ്ഞു. ഓ അങ്ങനെയാണോ? അങ്ങനെ ആ കമ്പനിക്ക് പോയി. അങ്ങനെ ഇൻ്റർവ്യൂ ചോദിച്ചു. അതൊരു CEO ആണ്, വേറെ ആരില്ലായിരുന്നു. ഇവനാണോ ആക്ടർ? അതെ, കൊറിയയിലെ ഫേമസ് ആക്ടറാണ്. അത് ആറാമിൻ്റെ ഫ്രണ്ടാണ്, ഭയങ്കര ഫേമസ് ആക്ടറാണ്. അതെ, മൂവിയിൽ അഭിനയിക്കുന്ന ആക്ടറാണ്, ഹീറോ. അങ്ങനെ അവർ രണ്ടുപേരും ഫ്രണ്ട്. അങ്ങനെ അവർ പറഞ്ഞു അങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയും കൊണ്ട് അവർക്ക് രണ്ടുപേരും ഒരു ബെസ്റ്റ് ഫ്രണ്ടാകാൻ മാറാൻ തുടങ്ങി. റോസ്, പ്രിയ, എന്ത് പറ്റി? നിൻ്റെ വീട് ഒന്നും ശരിയില്ലല്ലോ. ആറം പറഞ്ഞു, എന്ത് പറ്റി? ഇല്ല ആറാം, ഒരു വലിയ എന്തോ ആരോ ലവ് ചെയ്യോ? ആറാം ഷോക്കായി. എന്ത്? ഇവൻ ലവ് ചെയ്യുന്നതാ? ജിൻ പറയാ, എന്ത് പറ്റിടാ ഇവനക്ക്? ആരക്കടി? അറിയില്ലടാ ആറാം, ഈ മൈക്കിൾ ഒന്നും ശരിയില്ലടാ. എന്ത് മൈക്കിളാ? എടാ മൈക്ക് ഒന്നും ശരിയില്ലടാ. ഞാനത് മൈക്കിളിൽ നിന്ന് കിട്ടുപോയി. മൈക്ക ശരിയോ? ഒന്നുമില്ലടാ. അല്ല റോസിക്ക് എന്ത് പറ്റി? ആറാം, ഒന്നും അറിയില്ലടാ. ആറാം ചോദിച്ചാണ്, എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ അങ്ങനെ. ആറാമൊരു ഫ്രണ്ട് ആറാം ജിൻ പറഞ്ഞു, എടാ നമ്മളെ ഫ്രണ്ട് ഒന്നും ശരിയില്ലടാ ആക്ടർ. എന്ത് പറ്റിയടാ? അവൻ ശരിയില്ലടാ. എന്ത്? അവനാരോ ലവ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഷോക്കായി, 3 പേർ ഷോക്കായി. അവൾ റോസിനെ നോക്കാൻ തുടങ്ങി. എന്ത്? നീ ലവ് ചെയ്യണോ? ആരെയാണ്? ഇത് റോക്ക് പറഞ്ഞ എന്ത്? റോക്കിയാ?
റോക്കിനെ ആലോചിച്ചോ? എന്ത് റോക്കി? അതാരാ? അങ്ങനെ പേര് പറഞ്ഞു. ഷോക്കായി. അതെ. ഓഹോ, നടക്കട്ടെ. ഈ ആറും അവന് റോക്കിയാണ്. അതല്ല, അവനെ റോക്കിയെന്ന് വിളിക്കുകയാണ്. അവന് യഥാർത്ഥ പേര് അറിയൂല നിങ്ങൾക്ക്? എഡ്സോ ഗ്രൂപ്പാ. അതെ, എഡ്സോ ഗ്രൂപ്പിൽ ഡൊണേറ്റ് ചെയ്യുന്നത്. ഡൊണേറ്റ് അല്ല, അവനൊരു എഡ്സോ ഗ്രൂപ്പിൽ ഒരു മെമ്പറാണ്. അറിയൂലേ? അതെ അതെ, ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ഫ്രണ്ട് മാതിരിയാണ്. ഓക്കെ, ശരി. അങ്ങനെ റോസക്കും അവനക്ക് മാരേജുമായി. റോസ്, അതെ, കൊറിയർ സൈസ് മാരേജ് നടന്നു. ശരി, ഓക്കെ. ഇന്ത്യയൊക്കെ നമുക്കിപ്പോൾ വേണ്ട. ഇനി ബാക്കി ആരാ ഉള്ളത്? അങ്ങനെ കൊണ്ട് 7 പേർക്ക്, അതെ, റോസ് പറയാം, നിങ്ങൾക്ക് 7 പേർക്ക് എന്ത് പറ്റി? ഇവർക്ക് 7 പേർക്ക് ലവ് വന്നോ? റോസൊക്കെ ഷോക്കായി പോയി. എന്ത്? 6 പേർ? 7 പേർ ബോയ്സൊക്കെ ഷോക്ക്. എന്ത്? 7 ഗേൾസ്ക്ക് ലവ് വന്നോ? അതെ, 7 പേർ വെക്കത്തിൽ പറയുന്നത്. അതെ അതെ, നിങ്ങൾക്ക് ജോലി കിട്ടുക. നിങ്ങൾ ഇപ്പോൾ ശരിയില്ലല്ലോ. അതെ ജസ്മി, എന്ത് പറ്റി? അതെടി, നിൻ്റെ ജോലി എങ്ങനെ? അതെ, എൻ്റെ ജോലി ഓക്കെയാണ്. നീ ആരാ ലവ് ചെയ്യുന്നത്? അത് അത് ഇത് ആര് പറ? ഞാൻ അങ്ങനെ ഓരോന്നാൾ ലവ് ചെയ്യുന്ന പറഞ്ഞു. എല്ലാവരും ഐഡലാണ്. ഇത് കേട്ട് ഷോക്കായി പോയി. എടി, എന്തെടി, നിങ്ങൾ 7 പേർ ഐഡൽസിനാവും ലവ് ചെയ്യാം? അതിനെന്ത് പ്രശ്നം? ഇവരെല്ലാം ഫേമസ് ഐഡലാണല്ലോ. അതെ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും കുറേ സൈസ് മാരേജും നടന്നു. അങ്ങനെ ഇന്ത്യയൊക്കെ പോകുന്ന പ്ലാനായിരുന്നു. ഹലോ, അതെ, ഒരു കാര്യം പറഞ്ഞു കേട്ടോ ബോയ്സ് ഗേൾസ്. എന്താ? അതെ, നമുക്ക് ഇന്ത്യയൊക്കെ പോവാം. അതെ, ഇന്ത്യ സ്ഥലം ഞാൻ പറഞ്ഞ സ്ഥലത്ത്